പ്രേക്ഷകരെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം ഏതാണ്? ഓടത്തോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതോ, തീർച്ചയായും. എന്റെ പേരെന്താ? പേര് ശ്രീതാരി. ഇറങ്ങാൻ എന്താണോ സമയം കുറച്ച് വൈകിപ്പോയി. പറ്റ ഡൗണിലാണ് ഞങ്ങളില്ലത്. പറ്റ ഡൗൺ ആയിക്കാ ഞങ്ങളില്ലത്. ഡൗൺ ആയി. ഞങ്ങൾ എസ്റ്റേറ്റ് മേഖലയാണല്ലോ ഡൗൺ ആയി. ഇല്ല, നമുക്ക് തിരിച്ചു വരാൻ പറ്റും. തിരിച്ചു വരുത്തി കൊണ്ടുവരണം. റിപ്പോർട്ടർ ടി വി ഇങ്ങനത്തെ ഒരു പരിപാടി എടുത്തില്ല. ഏറ്റവും നല്ല സന്തോഷം പരിപാടിയാണ്. സന്തോഷമുണ്ട്. ആൾക്കാരോട് പറയണം, സുരക്ഷിതമാണ് ഇവിടെ. കൊണ്ടുവരണം നിങ്ങൾ. ഓക്കെ ഓക്കെ എന്താണോ കേട്ടോ, ടെൻഷനൊന്നും വേണ്ട. തീർച്ചയായിട്ടും കാര്യങ്ങൾ ഞങ്ങൾ എസ്റ്റേറ്റ് മേഖല അതുകൂടി ഒന്ന് കാണണം. ഞങ്ങൾ എസ്റ്റേറ്റ് മേഖല ഞങ്ങൾ ആ പറ്റ ഡൗൺ ആയിക്കാണേ. എല്ലാവർക്കും വരുന്ന അവസ്ഥയാണിത്. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വരും. എല്ലാവരും നല്ല നേരം വീടിന്റെ പോയതാ. ഇതുവരെ ഒരു മനുഷ്യനും ഇവിടെ വന്നില്ല. ഇതാ നമ്മളെ വീട് ഇതാ എങ്ങനെ പോയി? കംപ്ലീറ്റ് അത് മണ്ണ് പോയി. നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടി? ഒന്നും കിട്ടിയില്ല. ഒരു സാധനം കിട്ടിയില്ല. സ്ഥലം ഓടയും നിങ്ങൾക്ക് കാണിക്കാം. ഓടത്തോട്. എന്റെ പേര് ഷമീർ. ഓടത്തോട്. അപ്പം ഞങ്ങളുടെ പ്രതിനിധി വരും. നമ്മളെ വീട് കംപ്ലീറ്റ് പോയി. നമ്മൾ കച്ചവടമൊക്കെ ആണോ നിങ്ങൾ? അപ്പോൾ നമ്മളിപ്പോൾ ഓടത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. അവർ കാത്തു നിൽക്കുകയാണ് അവരുടെ ആശങ്കകൾ നമ്മളെ അറിയിക്കാനും ഒക്കെ ആയിട്ട്. എന്താ ഏട്ടാ പറഞ്ഞു? ഇവിടെ ഒരു പാലം പൊഞ്ഞിട്ട് കൊല്ലം 2-3 തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ സ്കൂളിൽ പോകാനൊക്കെ ഓടപ്പെടുത്ത് അങ്ങോട്ടും ഉള്ളേ ആണല്ലേ. ഞങ്ങളുടെ റിപ്പോർട്ടർ സന്ദീപ് മോഹൻ വരും ഓടത്തോട് കേട്ടോ. ചേട്ടന്റെ പേരെന്താ? മുഹമ്മദ് കുട്ടി. അപ്പൊ ചേട്ടനെ വന്നവർ കാണും കേട്ടോ. ഓടത്തോട് വരും. ഇവിടുന്ന് കയറി വരും. അത് കുറെ കാലമായി മുടങ്ങി അതേപോലെ തൊട്ടമേലെ എസ്റ്റേറ്റ് ഒരുപാട് തൊഴിലാളികൾ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുക. നോക്കൂ, വിവിധ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യർ, ഒരുപാട് പ്രശ്നങ്ങൾ വയനാട്ടിലുണ്ട്. ഒന്ന് കാതോർത്ത് വെച്ചാൽ കേൾക്കുന്നത് പരാതികളുടെയും പരിഭവങ്ങളുടെയും വലിയ ഒരു നിലയാണ് കേട്ടോ. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ കേൾക്കണം, കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകുന്നു.